24 ബ്രേക്കിംഗ്. പുനർജനി പദ്ധതിയിൽ കൂടുതൽ പേർക്കെതിരെ കുരുക്ക്. മണപ്പാട്ട് ഫൗണ്ടേഷനും സിഇഒയ്ക്കെതിരെയും CBI അന്വേഷണം വേണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. വിദേശ പണത്തിന്റെ വരവ് ചെലവ് മണപ്പാട് ഫൗണ്ടേഷൻ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ലെന്ന് വിജിലൻസ് കണ്ടെത്തി. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ഷഫീദ്, ഇതിനകത്ത് നേരിട്ട് VD സതീശന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ കഴിയില്ല എന്ന് വിജിലൻസ് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ FCRAയുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നതാണല്ലോ വിജിലൻസിന്റെ കണ്ടെത്തൽ. എന്തൊക്കെ കാര്യങ്ങളാണ് വിജിലൻസ് റിപ്പോർട്ടിൽ ഉള്ളത്? GK, കഴിഞ്ഞ ദിവസമാണ് ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട VD സതീഷിനെതിരെയുള്ള വിജിലൻസിന്റെ CBI അന്വേഷണ ശുപാർശ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വന്നത്. ഇപ്പോൾ ഈ മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയും അന്വേഷണം വേണം എന്നുള്ളത് വിജിലൻസ് വ്യക്തമാക്കുന്ന ശുപാർശ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെയും ഈ കേസ് FCRA ഇടപാടുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മണപ്പാട് ഫൗണ്ടേഷന്റെ CEO അമീർ അഹമ്മദിനെതിരെയും CBI അന്വേഷണം വേണമെന്നുള്ളതാണ് വിജിലൻസിന്റെ ഇപ്പോഴത്തെ, അവർക്ക് കഴിഞ്ഞ ഒരു വർഷം മുൻപ് കൊടുത്ത റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്ന കാര്യം. ഈ പുനർജനി പദ്ധതിയുടെ കാലയളവിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് 1,23,23,152 രൂപ വന്നതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഈ പരാതി, വിജിലൻസിന് ലഭിച്ച പരാതി വിവിധ രാജ്യങ്ങളിൽ നിന്നും പുനർജനി പദ്ധതിയുടെ പേരിൽ VD സതീഷിന് വേണ്ടി സ്വരൂപിച്ച പണമാണ് ഇതെന്നുള്ളതായിരുന്നു. ഈ മണപ്പാട് ഫൗണ്ടേഷന്റെ ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചതിന്റെ രേഖകളോ റെക്കോർഡുകളോ സൂക്ഷിച്ചിട്ടില്ല എന്നും FCRA നിയമത്തിന്റെ റൂൾ 19 ലംഘനമാണ് നടന്നിട്ടുള്ളതെന്നും വിജിലൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഒരു കാര്യം കൂടിയുണ്ട്. അത് മണപ്പാട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ പരിശോധിച്ചതിൽ അക്കൗണ്ടിലേക്ക് വന്ന പണവും അതിനായി നൽകിയ രേഖകളും തമ്മിൽ പൊരുത്തക്കേടുള്ളതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുൻപിലാണ്. മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമായി മാറും. GK. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.